രാഹുൽ മാങ്കുട്ടത്തിൽ എംഎൽഎയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിപ്പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചിരിക്കുകയാണ്. രാഹുലിനെതിരായ പരാതി ഗുരുതരമാണെന്നാണ് വിധിപ്പകർപ്പിൽ പറയുന്നത്. പ്രതിയുടെ മുൻകാല പശ്ചാത്തലം പരിഗണിക്കുന്നുവെന്നും കോടതി പറയുകയാണ്. തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് കോടതി പറയുന്നുണ്ട്. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, വിധിപ്പകർപ്പിൽ എന്തൊക്കെ ഗുരുതരമായ കാര്യങ്ങൾ രാഹുലുമായി ബന്ധപ്പെട്ട് കോടതി പറയുന്നു? പ്രതി വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം പരിഗണിക്കണം, പ്രതിയുടെ മുൻകാല പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് ജാമ്യാപേക്ഷ തള്ളുന്നത് എന്നുള്ളതാണ് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പരാതി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുലിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണത്തെ തന്നെ സ്വാധീനിക്കാനുമുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിൽ പ്രതിഭാഗം അഭിഭാഷകൻ, അതായത് രാഹുലിന്റെ അഭിഭാഷകൻ ഉയർത്തിക്കാണിച്ച ചില വാദങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അതിജീവിത തന്നെയാണ് നേരിട്ട് ഈ മുറിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്റെ പേരിൽ കുറ്റമുണ്ടാകില്ല, അല്ലെങ്കിൽ താനല്ല അതിന് മുൻകൈ എടുത്തത് എന്നതടക്കമുള്ള ചില വാദങ്ങൾ രാഹുലിന്റെ അഭിഭാഷകൻ ഉയർത്തിയിരുന്നു. പക്ഷേ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ പരിശോധിക്കുമ്പോൾ കോടതിക്ക് ബോധ്യപ്പെടുന്നത് ഈ ഹോട്ടൽ മുറി എടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിജീവിതയെ നിർബന്ധിച്ചത് എന്നുള്ള കാര്യമാണ് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു റെസ്റ്റോറന്റിൽ വെച്ചൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് അതിജീവിത ആവശ്യപ്പെട്ടത്. പക്ഷേ അവിടെ മുറിയെടുക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ പക്കൽ, SITയുടെ പക്കലുള്ളത്. അത് പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് പിന്നീട് മുറിയെടുക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചതെന്നും പറയുന്നു. മാത്രമല്ല ഇതൊരു ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ അതിനുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നു. രാഹുലിന്റെ പ്രധാനപ്പെട്ട വാദം തന്നെ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായതിനാൽ ഇതിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ കോടതി ഈ FIS അടക്കമുള്ളവ, തെളിവുകൾ അടക്കമുള്ളവ പരിശോധിച്ചപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നില്ല. അതൊരു നിലവിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് പരാതി വന്നത് വളരെ വൈകിയാണ്, പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുന്നതിൽ ചില താമസം ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്നുണ്ടായി. പക്ഷെ അതെല്ലാം തന്നെ അന്വേഷണ സംഘം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ പരാതി ഒരു കാലതാമസം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഭയമടക്കമുള്ള കാര്യങ്ങൾ, ഭയവും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിജീവിതയ്ക്ക്. ഈ കാര്യങ്ങളൊക്കെ തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ പ്രതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ് ഈ അതിജീവിതയെ ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് ബന്ധപ്പെടുന്നത്. ഒരു ബന്ധം, ഒരു അടുപ്പം തുടങ്ങിയത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. തുടർന്നാണ് ഇതിനകത്ത് ഇരുവരും തമ്മിലുള്ള വളരെ അടുപ്പത്തിലൊരു ബന്ധമുണ്ടാകുന്നതും പിന്നീട് കാണാൻ വേണ്ടി തീരുമാനിക്കുന്നതും. അങ്ങനെ കാണാൻ തീരുമാനിക്കുന്ന സമയത്ത് രാഹുലാണ് ആ കാണുന്ന സ്ഥലം അടക്കം തീരുമാനിച്ചുകൊണ്ട് അതിജീവിതയെ കൊണ്ട് ഹോട്ടൽ റൂം ബുക്ക് ചെയ്യിപ്പിക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ വളരെ ഗൗരവ സ്വഭാവത്തിൽ തന്നെ എടുക്കണം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല അന്വേഷണം അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് എന്ന് SIT അറിയിച്ചിട്ടുണ്ട്. അന്വേഷണത്തോട് ഒരു രീതിയിലും പ്രതി സഹകരിക്കുന്നുമില്ല എന്നുള്ള കാര്യം ഈ കസ്റ്റഡിയിലൊക്കെ വിട്ട സമയത്തും SIT സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയ്ക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ, ഈ അന്വേഷണത്തോട് സഹകരിക്കാത്ത പ്രതി ഏതെങ്കിലും നിലയ്ക്ക് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള തെളിവുകൾ, അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിക്കാത്ത തെളിവുകൾ, അതൊക്കെ തന്നെ നശിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ ഈ അതിജീവിതയും ഒപ്പം തന്നെ മറ്റ് കേസുകൾ, അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലെയും അതിജീവിതമാർ, ഇവർ 3 പേർക്കും എതിരെ സൈബർ ബുള്ളിയിങ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ സൈബർ ബുള്ളിയിങ്ങിന് കൂടുതൽ ആക്കം കൂട്ടാൻ രാഹുലിന്റെ ജാമ്യം കാരണമാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അതിജീവിതയുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് പുറത്തു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് അന്വേഷണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ തന്നെ തുടരണമെന്നുള്ള നിരീക്ഷണത്തോടു കൂടിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഈ വാദപ്രതിവാദങ്ങളിലടക്കം നേരത്തെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ഹോട്ടലിൽ നടന്ന തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ, അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ, ആ തെളിവുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ടുകൂടിയാണ് കോടതി ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം. അതായത് പലതരത്തിൽ അല്ലെങ്കിൽ പല രീതിയിൽ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാറ്റ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉഭയസമ്മതപ്രകാരമാണ് ബന്ധം എന്നുള്ള രീതിയിൽ വാദിക്കാൻ വേണ്ടി രാഹുലിന്റെ അഭിഭാഷകൻ ഏറെ ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും നിലവിൽ തെളിവുകളില്ല എന്നുള്ളത് കോടതി ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജാമ്യാപേക്ഷ തള്ളുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. മാത്രമല്ല MLA എന്നുള്ള നിലയിൽ വലിയ രീതിയിൽ സ്വാധീനം ഉന്നത വ്യക്തികളും ഒക്കെയായി
സ്വാധീനമുള്ള പ്രതി ഏതെങ്കിലും നിലയ്ക്ക് ഈ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസിൽ സാക്ഷികൾ ഉണ്ടാവും. ആ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് ഈ അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഉണ്ടായിട്ടുള്ള വിധി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് ഒരു വ്യക്തിക്ക് ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുകൂടിയാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വളരെ വിശദമായ ഒരു വിധി പകർപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഈ പരാതിക്കാരിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തുമ്പോൾ, അത് വീഡിയോ കോൺഫറൻസ് അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് ഈ ഒപ്പ് രേഖപ്പെടുത്തിയില്ല എന്നതടക്കമുള്ള ചില വാദങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ. പക്ഷേ അതിനൊക്കെ തന്നെ വിശദീകരണം നൽകുന്നത് ഈ സിഗ്നേച്ചർ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിഭാഗത്തിന്റെ വാദം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയിരിക്കുന്ന ഒരു വാദം, അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന SIT പ്രോസിക്യൂഷൻ വഴി സമർപ്പിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ തെളിവുകൾ, അത് പ്രഥമ ദൃഷ്ട്യാ ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നതായി കാണുന്നു, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നതാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി